അസ്സലാമലൈക്കും. വലൈക്കും മുസ്സലാം. എന്താണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. ഞാൻ ഈ വഴിക്ക് പോയപ്പോ കൊണ്ട് വന്നതാണ്. മാത്രല്ല ഒന്നിവിടെ കേറിയിട്ടൊരു കാര്യം പറയും വേണമെന്ന് വിചാരിച്ചു. പിന്നെ എന്തപ്പോ ഷാഹിന കല്യാണത്തിന്റെ കാര്യത്തിന് പറയണേ? കാലം എത്രയായി ഇപ്പത്? എന്താ പറയണത്? അവളെ ഇഷ്ടം അതാണെന്നാ പറയണത്. എന്തപ്പ നീ ചെയ്യാ? എന്താ ചെയ്യാ? നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഷാഹിന, ഷാഹിന, ഇക്കാക്കഥ വന്നിരിക്കുന്നു. ഞാൻ അതപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയുള്ളൂ. താത്താടി കുട്ടികളൊക്കെ വിശേഷം എന്താ? കൊഴപ്പൊന്നുമില്ല, ഇങ്ങനെ പോണ്. മക്കള് ഓൺലൈറ്റിന്റെ വരായിരുന്നില്ല നിൽക്കുന്ന? അല്ല, ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നതാണ്. മാത്രല്ല 2 ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിക്കുന്നത്. 2 ദിവസമല്ല, കൊറേയായി. ഒന്നിപ്പോ ഏതായാലും ഒന്ന് കേറി ഇപ്പാനൊന്ന് കാണും ചെയ്യാ വിചാരിച്ചോണ്ട് പോന്നതാ. ഇപ്പൊ 2 ദിവസമായി പറയണേ ചക്ക കിട്ടിയപ്പോ അങ്ങോട്ട് കൊണ്ടുവന്നേരം ഇപ്പൊക്കെ വയ്യാത്തോണ്ടിരുന്നു. ചക്ക അവിടെ വാവക്കാന്റെ അവിടെ നിന്ന് ഇഷ്ടം പോലെ കിട്ടാണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഇവിടുത്തെ പോലെ ആവില്ല. അവിടെ 3-4 ചക്ക പ്ലാവ് ഉണ്ട്. അതിന്റെ മുകളിൽ നിന്നൊക്കെ അത് ഇങ്ങനെ പൊട്ടിച്ചിട്ട് അത് വീണ് പോവുക. അപ്പൊ അത് അവരിങ്ങനെ മുഴുവൻ പൊട്ടിച്ചോളിന്ന് പറഞ്ഞു. നമ്മളെ പറമ്പിൽ ചക്ക ഇല്ലല്ലോ. അതവിടെ കിട്ടെ. എന്തപ്പോ എന്റെ പരിപാടി? എന്താണ് ഇപ്പൊ പ്ലാന്? കോഴ്സ് പഠിക്കാൻ പോണെന്ന് വിചാരിക്കണ്ട്. ഏത് കോഴ്സ്? എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സിന് പോണം. കമ്പ്യൂട്ടറിന്റെയും ഫാഷൻ ഡിസൈനിങ്ങിലോ പോണെന്ന് വിചാരിക്കും. കോഴ്സും കാര്യങ്ങളും പഠിപ്പും ഒക്കെ നല്ലത് തന്നെയാണ്. അവനാന്റെ ജീവിതം കളഞ്ഞിട്ടുള്ള കോഴ്സിനും പരിപാടിക്കും നിൽക്കേണ്ടത്. ഞാൻ കാലം കുറെ പറയണം, പറഞ്ഞാ ഓള് കേൾക്കണില്ല. ഉപ്പ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് മടുത്ത്. ഈ കാലാകാലം ഇവിടെ അങ്ങനെ തന്നെ പ്ലാൻ. ഞാൻ പറയുമ്പോ കാക്ക വരുന്ന എപ്പോഴെങ്കിലും ഒന്ന് വരുള്ളൂ, വന്നിട്ട് 4 ചീത്തയും പറഞ്ഞ് പോവാന്നൊക്കെ തോന്നും. ഉപദേശിക്കണ ആർക്കും ഇഷ്ടമല്ലല്ലോ. പക്ഷെ ഉപദേശിക്കാതിരിക്കാൻ പറ്റൂല, പറയാതിരിക്കാൻ എങ്ങനെ പറ്റിയപ്പത്? ഉപ്പയാണെങ്കിൽ പറയില്ല, മുണ്ടില്ല. ഇനിയിപ്പോ പറയേണ്ട കാര്യമില്ലല്ലോ അവർക്ക്. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? എന്തെങ്കിലും ഉണ്ടാത്തിക്കണ് പറയ എന്തേലും. ഞാനെന്ത് പറയാൻ? എന്തപ്പോ ഈ ആ ചങ്ങാതീനായിട്ട് നിശ്ചയം ഉറപ്പിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ആൾക്ക് ആക്സിഡന്റ് പറ്റി തളർന്ന് കെടുക്കല്ലേ. ഇനിയിപ്പോ അയാളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ട് എന്താണ് കാര്യം? എന്താ അതുകൊണ്ട് ജീവിതത്തിന് ഒരു പുരോഗതി എന്താണുള്ളത്? കല്യാണം കഴിഞ്ഞിട്ടാണ് കാക്ക് ഇങ്ങനെ അവസ്ഥ വന്നു വെച്ചാ ഞാൻ നോക്കണ്ടേ? ഇതാണ് ഈ തർക്കുത്തരം എന്ന് പറയണത്. കല്യാണം കഴിഞ്ഞിട്ടാണ് വെച്ചെങ്കിൽ അപ്പൊ അത് അതിന്റെ ഒരു വിധി അങ്ങനെയാണെന്ന് കരുതണോ? പടച്ചോൻ തരണ അങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ അതാണോ സ്ഥിതി? അല്ലല്ലോ. അപ്പൊ അതെന്താണ് ഒരു ബുദ്ധിപൂർവ്വം ഈ ഒന്ന് ആലോചിക്കാത്ത? എന്താണ് ഇക്കാക്ക് എന്തെന്റെ മനസ്സ് കാണാത്തെ? എന്താ എന്റെ മനസ്സ് ഞങ്ങൾ എങ്ങനെ മോളെ കാണുന്നത്? അന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാതെ ഉപ്പാക്കൊരു മനസമാധാനം ഉണ്ടാ? ഞങ്ങൾക്കുണ്ടാ? ഞങ്ങൾ 2 ആങ്ങളമാര്, നിങ്ങൾ ഇത്രയൊക്കെ ആയില്ല, എന്നിട്ട് ആ പെണ്ണിനെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണില്ലല്ലോ പറഞ്ഞിട്ട് നാട്ടുകാരുടെ ചോദ്യം പോട്ടെ, ഞങ്ങൾക്കൊരു മനസാക്ഷി ഇല്ലേ? എന്താ ചെയ്യാ? അല്ല, അത് ഇങ്ങനെ കാലാകാലം ഇങ്ങനെ മുരടിച്ച് ഇവിടെ നിന്നിട്ട് ജീവിതം കഴിച്ചു കൂട്ടാനാണ് എന്റെ പ്ലാന്. എത്ര പ്രാവശ്യമായി ഞാൻ അത് പറയണ, ഇനി എങ്ങനെ ഞാൻ അത് പറയണ്ടത്? എന്തെങ്കിലും ഉണ്ടാത്ത് പറയ, എന്തേലും ഇതിനൊരു സൊല്യൂഷൻ വേണം. മറ്റൊരാളെന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ ആൾക്ക് ജീവിതം വേണ്ട, ഒരു കുട്ടികൾ വേണ്ടേ? ഒരു തളർന്നു കിടക്കുന്ന ആളാണ്. ഞാൻ അത് പറയുമ്പോ ഞാൻ ഒരു ദുഷ്ടത്തരം പറയാന്ന് ഈ കരുതണ്ട, അങ്ങനെയൊക്കെ പറയൂല. പക്ഷെ ഞാൻ പറയാ, എന്താ അയാളുടെ ഒരു യോഗം അങ്ങനെയാണ്. തളർന്നു കിടക്കുന്ന ഒരാള്, അയാളെ ആജീവനാന്ത കാലം അവിടെ പോയിട്ട് കല്യാണം കഴിച്ചു പോയിട്ട് അവിടെ പരിചരിച്ച് അവിടെ നിന്നിട്ട് ജീവിതം കഴിക്കാനാ? ഒരു കുട്ടികൾ വേണ്ടേ? ജീവിതത്തിലേക്ക് വയസ്സാവുമ്പോ ഒരു ആള് നോക്കാൻ ഒരു മക്കള് വേണ്ടേ? ഇതൊന്നുമില്ലാതെ ഇങ്ങനെ ഒരാളെ പരിചരിക്കുക, ഒരു ഹോം നേഴ്സിന്റെ പോലെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നിൽക്കാനാ പ്ലാന്? അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് പറയാ, ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ച കാര്യമാണിത്. ഓനും താല്പര്യം അങ്ങനെ ഇല്ല. അവനോട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, അത് ശരിയാണ്. പക്ഷെ അവനും പറയുന്നുണ്ട് അവൾക്കൊരു ജീവിതം നല്ല കിട്ടുകയാണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ അവള് നോക്കിക്കോട്ടെ എന്ന്. ഈയാണ് ഈ പിടിവാശി പിടിച്ചിട്ട് കടുംപിടുത്തം പിടിച്ച് നിൽക്കണത്. ആലോചിച്ച് നോക്ക്. ഓൻ പറയുന്നു ഞാൻ അങ്ങനെ തളർന്നു കിടക്കുന്ന ആളല്ലേ, ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്താ, കുട്ടിയുടെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കളയണ്ട എന്നുള്ളത് അവന് മനസ്സിലുണ്ട്. അത് അവന്റെ ഒരു മനസ്സിന്റെ ഒരു നന്മ. പക്ഷെ ഈ എന്താണ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് മനസ്സിലാവണില്ല അത് എന്താണ് അതിന്റെ ഒരു ഇത് എന്നുള്ളത്. പറയടോ, എന്തേലും ഒന്ന് പറയ്.
ഞങ്ങൾക്ക് ആർക്കും ആ ബാധ്യതാവില്ല. ആ, ഇതാണല്ലോ എന്തേലും പറഞ്ഞ അപ്പൊ ഇതാണ് പറച്ചില്. ഏ ബാധ്യതയെ കുറിച്ചിട്ട് അപ്പൊ ഞാൻ ഇതൊക്കെ വന്ന് പറഞ്ഞത്. അതെ, ബാധ്യത ഒന്നും ഒരു പ്രശ്നമുള്ള സംഭവമല്ല. എന്നെ പോലത്തെ ഒരു 10 പെങ്ങന്മാരുണ്ടെങ്കിലും നോക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂട്ടിയാ പറ്റും. അതുപോലെ ഇപ്പൊ ഇത് ഡോക്ടർ പറഞ്ഞിരിക്കണത് ഒരു 2-3 കൊല്ലം കൂടെ ചികിത്സിക്കാന്നാ. അത് കഴിഞ്ഞ മാറ്റം വരുന്ന പറഞ്ഞിരിക്കണത്. നിങ്ങൾ 2-3 കൊല്ലം കൂടെ സമയം തരും. ഇപ്പൊ എത്ര കൊല്ലായി? ഇപ്പൊ എത്ര കൊല്ലായി? മറക്കാൻ പറ്റണ്ടേ? ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞില്ലേ? 3-4 അല്ലേ? ആ ആ, ഇനിയൊരു 3 കൊല്ലം ഡോക്ടർമാര് തന്നെ പറയുള്ളൂ. അവർക്ക് ഹോസ്പിറ്റലിലേക്ക് പൈസ കിട്ടണം. അവര് ഇതിങ്ങനെ ഒരാളിങ്ങനെ ചികിത്സിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് 1-2 ഉറുപ്പ്യല്ലല്ലോ ആ കുടുംബക്കാർ ഇത്ര കാലം ചെലവാക്കിയത്. അപ്പൊ ആശുപത്രിയുടെ ബിസിനസ്സാണ്. അവരങ്ങനെ തന്നെ പറയുള്ളൂ, നോക്കാന്ന്. 3-4 കൊല്ലം നോക്കിയിട്ട് നടക്കാത്ത ഇനി 3 കൊല്ലം കൂടി നോക്കാനാ? നമുക്കൊരു ബുദ്ധി വേണ്ടേ? ഒരു പ്രായോഗിക ബുദ്ധി. അങ്ങനെ ചിന്തിക്കണ്ടേ? അനക്ക് ഈ ഒരു കാര്യത്തിലോ ഇല്ല, സ്വന്തം ജീവിതത്തിലില്ല. ഇപ്പൊ ഇനിയിപ്പോ നോക്കുക, ചികിത്സിച്ച് നോക്കുകയാണ്. എന്താ അതിനൊക്കെ ഞാൻ പറയാം? എനിക്കിങ്ങനെ വന്ന് പറയാനല്ലേ പറ്റുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വായ്പാട്ട് പാടുക, ഈ അതിനെന്തേലൊക്കെ മറുപടി പറയാ, കേൾക്കുക, ഞാൻ പോവുക. കുറച്ച് ദിവസം കഴിയുമ്പോ ഞാൻ വീണ്ടും വരിക, പറയുക. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ജീവിതത്തിന് ഇതിനൊരു മാറ്റം വേണ്ടേ? ഇനി ഇതിങ്ങനെ പോയാ പറ്റില്ല. ഞാൻ എത്രേ പറഞ്ഞു. അപ്പൊ അതന്നെ പറയണത്. ഉപ്പ പറഞ്ഞു മടുത്ത്. കേട്ടില്ലേ? എടോ ഈ എന്തേലും ഒന്ന് പറയും, ഇതിനൊന്നൊരു തീരുമാനം ഉണ്ടാക്ക്. അല്ലെങ്കിൽ ഒരു 1-1.5 ആഴ്ചക്കുള്ളിൽ ഈ ഒരു തീരുമാനം പറയും. എന്റെ തീരുമാനം ഇത്രേ ഉള്ളൂ. ഈ ആ സംഭവം മനസ്സൊന്നും എടുത്തു കളയുക, എന്നിട്ട് പുതിയൊരു ജീവിതത്തിന് തയ്യാറാവുക. എന്റെ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, വയസ്സ് കുറച്ച് കൂടുതലായി എന്നല്ലേ ഉള്ളൂ. അതും ഇപ്പൊ അത്ര പെരുത്തൊന്നുമില്ല. നല്ല കാര്യം നമുക്ക് നമുക്ക് കിട്ടും. ലാസ്റ്റ് വട്ടായിട്ട് ഈ ഒരു ഡോക്ടറും കൂടെ കാണിച്ചിട്ട് ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾ 2-3 കൊല്ലം കൂടെ ക്ഷമിക്കും. അത് 3 കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ഇഷ്ടം പോലെ അതൊന്നും പറയണ്ട. 3 കൊല്ലത്തെ ക്ഷമയൊന്നും നടക്കണ കേസല്ല. 4 കൊല്ലം ചികിത്സിച്ച് നടക്കാത്ത ഇനിയൊരു 3 കൊല്ലം എന്റെ ജീവിതവും സമയമാണ് ഈ പോണത്. പ്രത്യേകിച്ച് നമ്മളെ സമുദായത്തില് വല്ലാണ്ട് പ്രായമായി കഴിഞ്ഞ പിന്നെ ഒരാൾ വന്ന് കൊണ്ടുപോകും. ഒക്കെ ആൺകുട്ടികൾ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു പോകൂലേ? ഇപ്പൊ എന്നെക്കാളും പ്രായം കുറഞ്ഞവര് വന്ന് കിട്ടും ഇല്ലല്ലോ? എല്ലാത്തിനും ഓരോരോ, അതാ ഞാൻ പറഞ്ഞു, പ്രായോഗികമായിട്ട് ചിന്തിക്കുക. ഈ അയാളെ മനസ്സൊന്ന് എടുത്തു കളയാ തൽക്കാലം എനിക്ക് എന്ന് പറയാനുള്ള കരുതിയിട്ട് നമ്മൾ അയാളോട് ദുഷ്ടത്തരൊന്നല്ല ചെയ്യണത്. എനിക്ക് പറയാനുള്ള കാര്യത്താണ്. ഇതിനപ്പുറമൊക്കെ ഒന്നും പറയാം. ഇത് നശിച്ചിക്കോളൂ. ഞാൻ എന്തായാലും വേറെ ആളും കൂടെ പോയി ജീവിക്കുന്നു. എന്താ പറഞ്ഞു. എന്തപ്പോ ചെയ്യ? എന്തേലും ആവട്ടെ. പിന്നെ ഓള് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിർബന്ധിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ ഇപ്പൊ ഇതിങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ പാട്ടുപാടി പോയിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും. ഞാൻ പറഞ്ഞു. ഇനി നോക്കട്ടെ. എന്നാ ശരി, ഞാൻ പോവാണ്. ഈ ആലോചിച്ചിട്ടേ എന്താ വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്ക്. ഞാൻ പിന്നെ വരാം. എന്നാ ശരി, അസ്സലാമു അലൈക്കും. ഉപ്പന്നാങ്ങണ്ട് ഇറങ്ങി.